കുട്ടിമണി തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ ബാലനും ശാരദയും. പോലീസ് തിരയുന്നുണ്ടമ്മേ. എനിക്കുറപ്പാ അവക്കൊരു അപകടം സംഭവിക്കത്തില്ല. പലിശക്കാരൻ അണ്ണാച്ചിയുടെ മുന്നിൽ പെടുന്ന കുട്ടിമണി. കൊള്ളാവല്ലോടി അണ്ണാ, പാവുക, വലിയ ബുദ്ധിയൊന്നുമില്ല. ഇത്രയും സൗന്ദര്യമുള്ള പൊണ്ണുക്ക് എതുക്കടി ബുദ്ധി? ഇവക്ക് കൊഞ്ചം ബുദ്ധി കൂടി ദൈവം കൊടുത്തിരുന്നാൾ അത് ரொம்ப അധികമായിരിക്കും കനക. ഒരിഷ്ടവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ മനസ്സിജന്റെ മനസ്സു മാറുന്നു എന്ന മതികലയുടെ സംശയത്തിൽ അണ്ണാച്ചിയെ മനസ്സിജന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ മതികല ചുമതലപ്പെടുത്തുന്നു. അവൻ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്തു ചെയ്യുന്നു എന്നൊക്കെ. ഫോളോ. അല്ല, അതെന്നാത്തിനാ? നീ തുടർന്ന് കാണുക. എന്നെ പിടിച്ചു എനിക്ക് തര വേണ്ട കാസും വട്ടിയൊക്കെ എങ്കേന്നാ. നടരാജണ്ണ, ഞാൻ എത്രയും പെട്ടെന്ന് എപ്പടിയാവത് കാശുണ്ടാക്കി തരാം. എത്രയും പെട്ടെന്ന് കൊടുക്കലാം. എവ്വളോ നാളാ ഇത് சொல்லிட்டு இப்ப நான் வந்தது வேறொரு விஷயம் சொல்றதுக்காக. நீ கொஞ்சம் வா. கனகம், உனக்கு கடம் கிடம் நிறைய பிரச்சனைகள் இருக்கு. தளர்ந்து கிடக்குന്ന அந்த பொண்ணிനെ பார்த்து നീ ഇങ്ങ നിൽക്കുന്നത് ഉന്നട ഗതികേട് കൊണ്ട് താനേ. അല്ലാമ ഉന്നട മകളൊന്നും അല്ലേ? ഞങ്ങള് ബന്ധുക്കാരാ. ബന്ധുക്കാരായത് കൊണ്ടാകും അന്ത പൊണ്ണിനെ നോക്കുന്നതൊക്കെ നീ മാസപ്പടി വാങ്ങുന്നത്. അത് പിന്നെ എനിക്കും ജീവിക്കണ്ടേ നടരാജണ്ണ? നീ എനിക്ക് തരതുക്കുള്ള കാശ് നാം വേണ്ടെന്ന് വെക്കലാം. ഉന്നോட പ്രോബ്ലംസ് കുറക്കുന്നതുക്കാக நான் கொஞ்சம் படம் അങ്ങോട്ട് തരലാം. നടരാജണ്ണ, ചുമ്മാ കളിയാക്കാതെ. കാശ് ചോദിച്ച എല്ലാ ദിവസവും എന്നെ ചീത്ത പറയുന്ന ആളല്ലേ ഇപ്പൊ എന്റെ കടം എഴുതി തള്ളാൻ പോന്നേ. ഞാൻ ഉന്നോட കാശ് ചുമ്മാ വേണ്ടെന്ന് വെക്കലേ. നീ എനിക്ക് ഒരു ചിന്ന ഹെൽപ്പ് പണണം. ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പടിത്താനേ ഒരു ചിന്ന ഹെൽപ്പ്. ഞാൻ എന്നെ ഉപകാരം ചെയ്യാനാണ് കനകം. ഉന്നോட കഷ്ടപ്പാട് മാറ്റുறதுக்காக கடவுள் ഒരു മാർഗം കാട്ടി തന്നിருக்கு. അണ്ണ എന്നാ ഈ சொல்றது? തെളിച്ചു പറ. കടവുൾ എങ്ങനെ സഹായിക്കുമെന്നാ? എടി കനകം, കടവുളെ ആർക്കും കീശന്ന് കാശെടുത്ത് കൊടുക്ക മാട്ടെ. പകരം അതുണ്ടാക്കുന്നതൊക്കെ ഒരു മാർഗം കാട്ടിക്കൊടുപ്പ. എന്നാ മാർഗം? ഞാൻ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇത് താൻ சொல்றது ഉനക്ക് ബുദ്ധിയില്ലാന്ന്. ഉന്നോட മുന്നിൽ കടവുളെ ഒരു മാർഗം കൊണ്ട് തന്നിருக்கு. അതെന്തൊരു മാർഗം? സൊല്ലുങ്കോ. ഇപ്പടി ഒരു കഴുത. ഞാൻ ആ പൈത്യക്കാരി പെണ്ണിന്റെ കാര്യമാ சொன்னது. അവളെ കൊണ്ട് എന്തു ഗുണം ഉണ്ടാവാനാ? ഒരു കൈ സഹായം ആവൂന്ന് കരുതിയാ വഴി നിന്നതിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ അതിനും കൂടെ തീറ്റ കൊടുക്കേണ്ട ഗതികേടായി. അയ്യോ, ഒടുക്കത്തെ തീറ്റയാ. മുടക്കിയ കാശിന്റെ 10 ഇരട്ടി ഞാൻ ഉനക്ക് തരാം. ആ പൊണ്ണിനെ എനിക്ക് തന്നത്. അതൊക്കെ വലിയ പുലിവാലാകത്തില്ലയോ അണ്ണ? ഏതോ വലിയ വീട്ടിലെ കൊച്ചാ. ആ കൊച്ചേതാ എന്താന്ന് ആർക്കറിയാം? ഏതായാലും വലിയ കൊള്ളാവുന്ന വീട്ടിലെയാ, അത് ഉറപ്പാ. നീ തേവയില്ലാതെ കവലപ്പെടാമേ. നീ അന്ത പൊണ്ണിനെ എനിക്ക് തന്നാൽ രാഖി രാമാനം അന്ത പൊണ്ണിനെയും മുന്നോட പ്രശ്നത്തിനെയും ഞാൻ കടത്തിടുവേൻ. എന്നാലും അണ്ണ, ഓർക്കുമ്പോ എനിക്കൊരു പേടിയാ. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. ഇത് പാര് കനകം, ഇങ്ങ പാര്. നീ എന്നോട് കാശ് തരാതിരുന്നാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ്. തളർന്നു കിടക്കുന്ന അന്ത പൊണ്ണിനെയും ഉന്നെയും ആ പൈത്യക്കാരി പൊണ്ണിനെയും വീട്ടുക്കുള്ളിലിട്ട് ഞാൻ സുട്ടിടുവേ. ഊരെന്നാ ചൊല്ലും, കാശില്ലാമ നീ തർക്കൊല പണിയിട്ടേ. അയ്യോ,
പേടികൊണ്ടല്ലേ അണ്ണ. പിന്നെ ഇത് ചെയ്യുന്നതൊരു മഹാപാവമാണെന്ന് ഓർക്കുമ്പോ ഉന്നോട് ലക്ഷ്യമല്ല. ആ പൊണ്ണിന് ആയുഷ്കാലം മുഴുവൻ നോക്കാനാ. സ്വന്തം പശി മാറ്റാൻ പാടുപെടുന്ന നീ അന്ത പൊണ്ണിന് എവ്വളോ കാലം സാപ്പാട് കൊടുക്കും. അണ്ണൻ പറഞ്ഞത് ശരിയാ. ആവശ്യമില്ലാത്തൊരു ഭാരം എടുത്ത് തലേ വെച്ചതുപോലെ ആയി. നാളെ ഈ പെണ്ണിന്റെ സ്വന്തക്കാരെങ്കിലും തിരക്കി വന്നാ ഞാൻ എന്ത് മറുപടി അവരോട് പറയും? പൊണ്ണിന്റെ സ്വന്തക്കാരോട് നീ മറുപടി പറയേണ്ട കാര്യമില്ല. ഒന്നാമത് പൈത്യക്കാരി പൊണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് മാതിരി ഇങ്ങേന്നും ഒരു നാളിറങ്ങി ഓടിയിട്ട് അവളോ താൻ. കനഹം, നീ ரொம்ப யோசிக்க വേണ്ട. എല്ലാം ഞാൻ சொன்ன மாதிரி. നീ പോലും അറിയാതെ അന്ത പൊണ്ണിനെ എങ്കിന്ന് കടത്തിവിടും. അതുക്ക് പറ്റിയ ആൾക്കാർ എങ്കിട്ട് ഇருக்கு. ഇങ്ക പാര് കനകം, ഇങ്ക പാര്. ഇത് கடவுள் തന്ന കടശി ചാൻസ്. இந்த சான்ஸ் നീ മിസ് பண்ணக்கூடாது. നല്ല യോസിച്ച് ശീഘ്രമായൊരു മറുപടി താ. വരട്ടുമാ? ചേച്ചിയെ ചേച്ചനെ സുന്ദരി കുട്ടിയാക്കട്ടെ. സുന്ദരിയാക്കണ്ട, ഞാനിങ്ങനെ കിടക്കുവല്ലേ. ഇങ്ങനെ കിടന്നോണ്ട് നമുക്ക് സുന്ദരിയാവാൻ പറ്റും. ഞാൻ ഇതന്നെ ഈ ചീപ്പോണ്ടല്ലോ ഞാൻ ചേച്ചിയുടെ മുടിയൊക്കെ ഉണ്ടല്ലോ നല്ല സുന്ദരിയായിട്ട് ടീകി വെച്ചിട്ട് നല്ല ഒരു രാജകുമാരിയെ പോലെ സുന്ദരി പെണ്ണാക്കുമല്ലോ. അയ്യോ ഇപ്പൊ ചെയ്യണ്ട, ഞാനേ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. എനിക്കൊരു ഇച്ചിരി കൂടെ കഴിയുമ്പോ വിശക്കത്തുള്ളൂ. തീറ്റി തീറ്റി എന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. ദേ ചുമ്മാ അവിടെ ഇരുന്ന് കളിച്ചിരിക്കാതെ ഇത് അല്ലിക്ക് വാരി കൊടുക്കും. ഞാൻ വാരി കൊടുക്കാം, ഞാൻ വാരി കൊടുക്കാം. എനിക്ക് വലിയ ഇഷ്ടമാ വാരി കൊടുക്കാൻ. എന്റെ വീട്ടിലുണ്ടല്ലോ ഞാനാ കിങ്ങിനുമൊക്കെ വാരി കൊടുക്കുന്നത്. വാ തുറന്നേ പല്ലിച്ചേച്ചി, വാ തുറന്നേ. അങ്ങനെ ഇത് തിന്നാലേ വളർന്നു വലിയ പെണ്ണാവത്തുള്ളൂ. ഞാനേ കറിയൊക്കെ കൂടി തരാവേ. എന്തിനാ അറിയുന്നേ? എരിച്ചിട്ടാണോ കറിയുന്നേ? അയ്യോ മുകള് കഴിച്ചോ? മുകളില്ലാതെ തരാവേ, തരാവേ. കരണ്ടേ, മുകളില്ലാതെ നല്ല കുട്ടിയായി. എന്തിനാ പിന്നെ കരയുന്നേ? എരിച്ചുന്നുണ്ടോ? സന്തോഷം കൊണ്ട്. സന്തോഷം കൊണ്ടോ കറിയോ? അതെങ്ങനെ സന്തോഷം കൊണ്ടാ ചിരിച്ചുവല്ലോ? സങ്കടം വരുമ്പോഴല്ലേ കറിയുവാ? അതെ, സന്തോഷം കൊണ്ട് എന്തിനാ കറിയുന്നേ? സന്തോഷം കൊണ്ട് എങ്ങനെ കറിയുവോ? അന്നേരം ചിരിച്ചണ്ടേ? ഇങ്ങനെ ചിരിച്ചടാ. ഇപ്പൊ ഉണ്ടല്ലോ നല്ലോണം ചോറ് തിന്നാണ്ടല്ലോ നമ്മള് കരയത്തൊന്നുമില്ല. കറിയെല്ലാം കൂട്ടി തരാവേ, എരിച്ചാതെ തരാവേ. ഹലോ അക്കച്ചി, ഒരു സന്തോഷ വാർത്തയുണ്ട്. പറയടാ. തേടിയ വള്ളി കാലെ ചുറ്റിയക്കച്ചി. എന്ന് വെച്ചാൽ എന്റെ പൊന്നക്കച്ചി, കുട്ടിമണി എവിടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പറയടാ, പറ. എവിടെ അവള്? തമിഴ്നാട്ടിൽ ഒരിടത്താ. ഓയോ, ഒരിടത്ത് പെട്ടുകിടക്കുക. കുറച്ച് കാശെറിഞ്ഞാലേ അവിടെ നൂരിയെടുക്കാൻ പറ്റൂ. കാശൊരു പ്രശ്നമല്ല, അത് എത്ര വേണമെങ്കിലും കൊടുക്കാം. നിന്റെ കയ്യിൽ അവള് വരണം, അപ്പോഴേ എനിക്ക് സന്തോഷാവും.
എന്നാലല്ലേ അവളുടെ നാശം ഉറപ്പാക്കാൻ പറ്റൂ. അതാണ്. അക്കച്ചി ഒരു കാര്യം ചെയ്, അവിടെ കൊടുക്കാനുള്ള കാശിങ്ങിതാ. കൊച്ചിനെ അവിടെ നിന്ന് വാങ്ങിച്ചേച്ചും ചെയ്യാനുള്ളൊക്കെ ചെയ്തേച്ചും കടലിലെ മീന് തീറ്റിയാക്കാം. പോരെ അക്കച്ചി? എത്ര രൂപ, ആരെ, എപ്പോ, എങ്ങനെ ഏൽപ്പിക്കണമെന്ന് നീ വിശദമായിട്ട് അന്വേഷിച്ചറിയിക്കും. എന്നിട്ട് തീരുമാനിക്കാം ബാക്കി. ഓക്കേ. വല്ലി ചേച്ചേ ഉറങ്ങുവാന്നോ? അല്ല, അല്ല, എന്നാത്തിനാ ഇങ്ങനെ കിടക്കുന്നേ? എനിക്ക് നടക്കരുതോ? ഞാനേ ഡാൻസ് പഠിപ്പിച്ച. ഡാൻസ്. കുട്ടിമണിക്ക് ഡാൻസും പാട്ടും ഒക്കെ അറിയാവോ? എനിക്ക് ഒത്തിരി ഒത്തിരി പാട്ടറിയാം. പക്ഷെങ്കില് ഡാൻസ് ഓരെന്നെ അറിയത്തുള്ളൂ. കാണണോ? വലിയ ചേച്ചി കാണണോ? കാണിച്ചരാവേ. വലിയ പാടാ കളിച്ചാനായിട്ട്. എന്നാലും കുട്ടിമണി കളിച്ചു. അയ്യാരേ 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 അയ്യാരേ. സൂപ്പറല്ലേ? ഇനി നമുക്ക് ഉറങ്ങാവേ. ഉറങ്ങാനായിട്ടേ ഞാനൊരു സൂപ്പർ പാട്ട് പാടിത്തരാവേ. ഏത് പാട്ടാ? പാട്ട് മിനിറ്റിലങ്ങുന്ന താരകമേ മാനത്തൂരൊന്നിങ്ങ് പോരാമോ? മിനിറ്റിലങ്ങുന്ന താരകമേ മാനത്തൂരൊന്നിങ്ങ് പോരാമോ? പിന്നെ മിന്നിത്തിളങ്ങുന്ന താരകമേ മാനത്തൂരൊന്നിങ്ങ് പോരാമോ? നല്ലല്ലേ? നല്ല പാട്ട്. കുട്ടിമണിക്ക് വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടിലാ ചെണ്ടല്ലോ ഞാൻ പറയാവേ. എന്റെ വീട്ടില് അമ്മ, വല്യേട്ടൻ, പിന്നെ പുന്നേട്ടൻ, പിന്നെ അച്ഛ ചത്തുപോയതാണ്. പക്ഷെങ്കി ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല എന്റെ കുട്ടിമണി, ആ ഫോണൊന്ന് എടുക്കോ? എടുക്കാലോ. ഹലോ. അയ്യോ, ആരാ? ആ ബട്ടൺ ഞെക്കണ്ടേ, എന്നാലേ കേക്കത്തുള്ളൂ. ഏതിലെന്നെ? ആ പച്ച ബട്ടൺ. ഈ ചുമത്ത പച്ചയാണോ? അതല്ല, ഇതാ. അത് തന്നെ. അത് ഞെക്കിട്ട് എന്റെ ചെവിയിലോട്ടൊന്ന് വെച്ചേ. ഞാൻ നെക്കാൻ പോവാനേ. നെക്കട്ടെ. ഇനി ചെവിയിലോട്ടൊന്ന് വെച്ചേ. ഹലോ. മോളെ, ഇത് ഏട്ടനാ. ഏട്ടാ, എന്റെ മോക്ക് സുഖമല്ലേ? ഏയ് മോളെ, കരയാതെ. നിന്റെ കരച്ചിൽ കേൾക്കാനാണോ ഏട്ടൻ വിളിച്ചത്? ഇല്ല, കരയില്ല. പിന്നെ ഏട്ടൻ ചിലപ്പോ ഉടനെ ഒന്ന് അങ്ങോട്ട് വരും. ഉറപ്പില്ല. ഇവിടെ ഒരുപാട് പ്രശ്നത്തിലാ ഏട്ടൻ. എന്നാലും വരാൻ നോക്കാം. പിന്നെ ഞാൻ വരുന്ന കാര്യം അമ്മായിയോട് പോലും മോള് പറയണ്ട കേട്ടോ. ഇല്ല ഏട്ടാ. എന്നാ ശരി മോളെ, എടുത്തോ. ഇനി ഞാൻ പറയാം. ഞാൻ പറയാവേ. ഹലോ ഹലോ. ഹലോ. പോയി. പിന്നെ വലിയ ചേച്ചി ആരാ വഴക്കു വന്നേ? ആരും വഴക്കു പറഞ്ഞില്ല മോളെ. അതെ, പിന്നെ എന്തിനാ വലിയ ചേച്ചി കരഞ്ഞേ? സന്തോഷം കൊണ്ട്. അപ്പഴേ ഒരു സംശയം. അപ്പഴേ എന്റെ അച്ഛൻ മരിച്ചപ്പോ അമ്മ കരഞ്ഞത് സന്തോഷം കൊണ്ടാണോ? അല്ല, അത് സങ്കടം കൊണ്ടാ മോളെ. അല്ലേ, ഇപ്പൊ ആരാ ഈ സന്തോഷം കൊണ്ട് വിളിച്ചേ?
എന്റെ ഏട്ടന് ആ, അതെ എത്ര ഏട്ടന്മാരുണ്ട്? 1. അയ്യേ ഒന്നല്ല, എനിക്ക് ഈ കുട്ടിമണിച്ച് 2 ഏട്ടന്മാരുണ്ട്. വലിയേട്ടനും കുഞ്ഞേട്ടനും. ആ ഇനിയല്ല, ഞാനേ വേറൊരു പാട്ട് പാടിത്തരാവേ. കേട്ടോണേ. ഇച്ചിരി പാടല്ല പാട്ടാ, ഞാൻ പാടാം. ഒരു പിരാവിന്റെ പാട്ടാ, പിരാവിന്റെ പാട്ട് പാടട്ടെ. പിരാവേ പിരാവേ പോവല്ലേ, പിരാവേ പിരാവേ പോവല്ലേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറി. അയ്യോ ചോറും കറിയും ഓർത്തപ്പോ ഉണ്ടല്ലോ കൂട്ടുമണിക്ക് വിശക്കുവാ. അടുക്കളയിൽ എന്തെങ്കിലും കാണും, മോള് ചെന്ന് കഴിക്ക്. ഞാനേ ചോറുണ്ടിട്ട് വന്നിട്ട് പാടാവേ. ഞാനേ ചോറുണ്ടിട്ട് വരുമ്പോഴത്തേക്ക് എന്റെ പാട്ടിനുണ്ടല്ലോ ഭയങ്കര ശക്തിയായിരിച്ചു, ഭയങ്കര ശക്തി. ഞാൻ ചോറുണ്ടിട്ട് പാടാവേ. എന്റെ ചോക്കട് പോയോ. ഞാൻ ടപ്പേന്ന് പോയിട്ട് ടിപ്പേന്ന് വരാവേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ. ആ അക്കച്ചി, അവര് ചോദിക്കുന്നതേ 4 രൂപയാ. 4 ലക്ഷമോ? ആ 4 ലക്ഷം. അല്ലാതെ 4000 രൂപയ്ക്ക് കുട്ടുമണിയെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടുവോ? കാശ് കൊടുത്ത അവളെ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് ഉറപ്പാണോ? എന്നാ ചെയ്യുന്ന? എടാ ഹാൻഡ് ഓവർ ചെയ്യുമോന്ന് എന്ന് വെച്ചാ നിന്നെ ഏൽപ്പിക്കുമോന്ന്. ഓ അങ്ങനെ. ആ തരും തരും തരും. കാശ് കൊടുത്താ പിന്നെ തരാതിരിക്കുന്നത് എന്തിനാ? പക്ഷേ 4 ലക്ഷം തന്നെ കൊടുക്കണം. 4 എന്റെ ഇല്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒരു 3 രൂപ അറേഞ്ച് ചെയ്യാം. അത് നടക്കുമെന്ന് തോന്നില്ല കച്ചി. കാശിന്റെ കാര്യത്തിലെ തർക്കിക്കാൻ പറ്റാത്ത ടീമാണ് അവര്. അല്ല, ഈ 4 ലക്ഷം എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയ തുകയൊന്നും അല്ലല്ലോ. ഓ പിന്നെ ഈ 4 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാ അക്കച്ചിക്ക് വെറും 400 രൂപ പോലെ ഉള്ളൂ എന്ന് എനിക്കറിയാം. അക്കച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവിനെ ഇല്ലാതാക്കണമെങ്കിലേ ഈ പറഞ്ഞ 4 ലക്ഷം രൂപ തന്നെ കൊടുക്കണം. എന്നാലും ഇതിത്തിരി കൂടുതലല്ലേ? ഓ എന്റെ അക്കച്ചി, ഈ കാര്യത്തിനെങ്കിലും പിശുക്കിത്തരം പറയല്ലേ. ആ പെണ്ണിനെ എന്നേക്കുമായി ഇവിടുന്ന് ഞാൻ കടത്തിത്തരാം. അക്കച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവളെങ്ങാനും തിരിച്ച് വയലോരം വീട്ടിലേക്ക് വന്നാലുള്ള അവസ്ഥ. ശരി, നീ അമ്മയെ കണ്ടാ മതി, ഞാൻ പറഞ്ഞേക്കാം. ആ ശരി ശരി ശരി. അക്കച്ചി ധൈര്യമായിട്ടിരുന്നു. കുട്ടിമണി എന്ന് പറഞ്ഞൊരു ശല്യം ഇനി അക്കച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അക്കച്ചി, ഇവളെ ഞാൻ കടലിലെ മീന് തീറ്റ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലതേ ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ നല്ല വമ്പൻ സ്രാവുകളുണ്ട്, അവർക്ക് കൊടുക്കാം. അതാകുമ്പോ അണ്ണാച്ചിക്ക് ഒരു ജീവിതവും ആകും, സ്രാവുകൾക്കൊരു തീറ്റയും ആകും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. പിന്നെ അമ്മച്ചോടൊന്ന് പൈസയുടെ കാര്യം ഓർമ്മിപ്പിക്കണം കേട്ടോ. ആ ശരി. ഓക്കെ 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 ഓക്കെ. 1 2 അല്ല, ലക്ഷം 4 1 2 3 4. സത്യത്തിൽ ഞാൻ തമിഴിനാണെങ്കിലും എൻ്റെ ജീവിതം മൊത്തം കേരളത്തിലല്ലേ. ഈ തമിഴിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തമിഴ് പറയും? സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പറയാം. ஐயா வணக்கம் ஐயா, அண்ணா பெரியவர்களே. இங்கே என்னத்தான் விசேஷம்? ஜெயலலிதா அம்மாக்கு சௌக்கியமா? முல்லைப்பெரியாறு இருந்து உங்களுக்கு தேவையான தண்ணி கிடைக்குமா? அந்த பொண்ணோட மாட்டர். அந்த பொண்ணு வாங்கோ, ஒரு நிமிஷமே. அந்த பொண்ணோட மாட்டிலேக்கு தான் வரேன். அவளை எனக்கு வேணும் அண்ணா. உங்களுக்கு எவ்வளவு ரூபா வேணும் சொல்லுங்க. எனக்கு கிடைக்க வேண்டது 2 லட்சம் ரூபா தானே. ഞാൻ 2.5 ലക്ഷം രൂപ കൊടുക്കേ. 2.5 ലക്ഷമാ? ആമാങ്കേ. ഏട്ടന്റെ പൊന്നുമോക്ക് സുഖല്ലേ?
കിടക്കുമ്പോ സുഖാണെന്ന് ഞാൻ ഇങ്ങനെ പറയൂ ഏട്ടാ. அவளை எனக்கு வேணும் அண்ணா. உங்களுக்கு எவ்வளவு ரூபா வேணும் சொல்லுங்க. എനക്ക് കിടക്ക വേണ്ടത് 2 ലക്ഷം രൂപ തന്നെ. ഞാൻ 2.5 ലക്ഷം രൂപ കൊടുക്കேன். 2.5 ലക്ഷമാ? ஆமாங்க ஐயா. அந்த பொண்ணு எனக்கு தேவதை மாதிரி. என்ன அழகு, என்ன உடல். அப்பப்பா கண்டிப்பா எனக்கு தன்னை வேணும் அண்ணா. அவளை காசு வாங்கி இந்த இடத்தை காலி பண்ணுங்க அண்ணா. നീ 2.5 ലക്ഷം തരുമാ? தரும். ഉണ്മയാ? உண்மையா? உங்களுக்கு டவுட் இருக்கியா? இது அப்படி 2.5 லட்சம் 2.5 ലക്ഷം രൂപ இருக்கு. இது கடவுளே. போங்க, ஏறா சீக்கிரமா வண்டியில. போங்க. ஏறி போங்க. போகலாம். நீங்களும் போங்க. போங்க. 2.5 லட்சம் கிடக்கு. இங்க வாங்க, இங்க வாங்க. அங்க போங்க, அங்க போங்க. போங்க, போ 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 போ. ഓ, അങ്ങനെ കുട്ടിമണി ഈ കുപ്പിവളി അണ്ണാച്ചിക്ക് സ്വന്തം. എന്റെ കുട്ടു. മോളെ അല്ലി, നിന്റെ ആങ്ങള വന്നിട്ടുണ്ട്. ഏട്ടൻ വന്നോ? ഏട്ടാ, മോളെ ഏട്ടന്റെ പൊന്നുമോക്ക് സുഖല്ലേ? ഇങ്ങനെ കിടക്കുമ്പോ സുഖാണെന്ന് ഞാൻ ഇങ്ങനെ പറയൂ ഏട്ടാ. നീ ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോവല്ലോ അല്ലേ? ആ അതെ. പകൽവെട്ട തീത്തല കണ്ട കടക്കാരെല്ലാം കൂടി കൊത്തിപ്പറിച്ച് തിന്നില്ലേ? ഏട്ടൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഓപ്പറേഷനുള്ള പൈസ ഉണ്ടാക്കാൻ കേട്ടോ. സാരമില്ല ഏട്ടാ, ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഒന്ന് കണ്ടാ മതി. ഏട്ടൻ എൻ്റെ മോളുടെ കൂടെ 1-2 ദിവസം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിവൃത്തിയില്ല മോളെ. ഏട്ടൻ കാശ് കൊടുക്കാനുള്ള എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് കയറും. എന്റെ ഏട്ടൻ സങ്കടപ്പെടല്ലേ, ഇതൊക്കെ മാറും. മാറുമെന്ന പ്രതീക്ഷയില്ല ഞാനും. കുട്ടിമണിയായിരുന്നു ഈ വയലോരം വീടിന്റെ നിറദീപം. ആ വെളിച്ചം കെടുത്തിയവർ നടന്നു കയറുന്നത് കൂരിരുട്ടിലേക്കാണ്. നിറവെളിച്ചത്തിന്റെ കൈത്തിരിയുമായി 3 മണി.